തമ്പനയിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ തന്നെ കർക്കിടകത്തിലെ വിശേഷങ്ങളാണ്. അതിന് മുന്നേ തന്നെ ഞാൻ കർക്കിടകത്തിൻ്റെ തലേ ദിവസം, അതായത് മൺഡേ ഈവനിങ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാൻ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വിളക്കൊക്കെ കഴുകുന്നത്. ഞാൻ ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പുതുതായിട്ട് വന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പുളി ഉണ്ടല്ലോ, പുളിയും സബീന പൗഡറും കൂടി ഇട്ടിട്ടാണ് ഞാൻ കഴുകുന്നത്. നല്ല വെള്ളത്തിൽ, അതായത് ഉപ്പ് വെള്ളവും, ഇവിടെ ഞങ്ങൾക്ക് ഹാർഡ് വാട്ടർ ഉപ്പ് വെള്ളമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ മെട്രോ വാട്ടർ ഉണ്ട്, നല്ല വെള്ളമാണ് വരുന്നത്. ക്ലോറിൻ വാട്ടർ ഉണ്ടല്ലോ, അത് ക്ലോറിൻ ഇടാത്ത വാട്ടർ, കോർപ്പറേഷൻ വാട്ടർ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ വിളക്ക് കഴുകുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ കിച്ചണിൽ വെച്ചിട്ടേ കഴുകാനുള്ള സൗകര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നോൺ വെജ് കുക്ക് ചെയ്യാത്ത ദിവസങ്ങളിലാണ് വിളക്ക് കഴുകുന്നത്. ഡെയിലി കഴുകാറില്ല. മുന്നേയൊക്കെ ആണെങ്കിൽ ഡെയിലി വൈകുന്നേരം വിളക്ക് കഴുകിയിട്ടായിരുന്നു വിളക്ക് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. ഇത്തിരി അഴുക്ക് കൂടുതലാണെന്ന് തോന്നുന്ന സമയത്ത്, അതായത് നമുക്കറിയാമല്ലോ, നമ്മൾ 2-3 ദിവസം കത്തിക്കുമ്പോൾ തന്നെ വിളക്കിൽ ഇച്ചിരി അഴുക്ക് പറ്റി പിടിച്ചിരിക്കില്ലേ, ആ ഒരു സമയത്താണ് ഞാൻ കഴുകുന്നത്. പിന്നെ ഞാനിതിന് മുന്നത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതുപോലെ നമ്മുടെ വീട്ടിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വിളക്ക് വയ്ക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ രാവിലെ മഞ്ഞളും കുങ്കുമവും ഒക്കെ ഫോട്ടോയിലും അതുപോലെ തന്നെ വിളക്കിലൊക്കെ തൊട്ട് കൊടുക്കുമെന്ന്. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പം നാളെ കർക്കിടകം 1 ഞാൻ എന്തായാലും ജസ്റ്റ് തലേ ദിവസം ഈ വീഡിയോ എടുത്തത് എന്നെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിറ്റേ ദിവസവും ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ കത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊട്ട് മഞ്ഞളും കുങ്കുമവും ഒക്കെ വെച്ചിട്ട് രാവിലെ വയ്ക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ, രാവിലെ വിളക്ക് വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇത് ഒന്ന് തുടച്ചിട്ട് വീണ്ടും പുതിയ പൊട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇങ്ങനെ പൊട്ട് വെച്ചിട്ട് ഒരുപാട് ദിവസം ഇങ്ങനെ തന്നെ ഈ പൊട്ട് മാറ്റാതെ വയ്ക്കാനായിട്ട് പാടില്ല കേട്ടോ. പൊട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് കത്തിക്കാനായിട്ട് പാടില്ല, മാറ്റിയിടണം. പിന്നെ എല്ലാ ദിവസവും ഞാനിങ്ങനെ 2 തിരിയിട്ട് കൈകൂപ്പി നിൽക്കുന്ന രീതിയിൽ 2 ഭാഗത്തായിട്ട് കിഴക്കും പടിഞ്ഞാറും ആയിട്ടാണ് തിരിയിടുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വിളക്ക് വയ്ക്കുന്ന സമയത്ത് ആദ്യം വിളക്കെണ്ണ ഒഴിക്കണം, പിന്നെ അതിന് ശേഷം തിരിയിടുകയാണ് ചെയ്യേണ്ടത്. ചിലർ ആദ്യമേ തന്നെ തിരിയിടും, അങ്ങനെ ഇടാനായിട്ട് പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ വിളക്ക് വെക്കുന്നത്. ഞങ്ങൾക്ക് ഈ ഒരു ഷെൽഫ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ, നമ്മുടെ ഹാളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ 5 തിരിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ ഒന്നുകിൽ കൈകൂപ്പി 2 സൈഡിലായിട്ടും ഇടണം, ഇല്ലാന്നുണ്ടെങ്കിൽ 5 തിരിയിട്ട് വയ്ക്കണം. ഒരിക്കലും ഒരു സൈഡിലായിട്ട് തിരിയിട്ട് വയ്ക്കാനായിട്ട് പാടില്ല, അതായത് ഒരു ഡയറക്ഷനിൽ മാത്രം 2 തിരിയിട്ടിട്ട് അങ്ങനെ വെക്കരുത്. അതേപോലെ ചിലരാണെന്നുണ്ടെങ്കിൽ ഒറ്റ തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വയ്ക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഒന്നുകിൽ 5 തിരി, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 4 തിരി എന്നാണ് പറയുന്നത്. പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏത് നമുക്ക് ഫോളോ ചെയ്യണമെന്ന് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ എനിക്ക് ഈ പൊട്ട് വയ്ക്കുന്ന കാര്യം, ഇങ്ങനെ ഫോട്ടോയിലും തട്ടത്തിലൊക്കെ പൊട്ട് വയ്ക്കുന്ന കാര്യം പറഞ്ഞു തന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റി തമിഴാണ്. അപ്പോൾ ആ ആൻറ്റിയാണ് എനിക്കിതൊക്കെ പറഞ്ഞു തന്നത്. കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയിലൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് തമിഴ്നാട്ടിൽ ചെയ്യുന്ന പോലെ നമുക്ക് അഡാപ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തെറ്റല്ലാത്ത കാര്യങ്ങൾ നമുക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കാം അല്ലേ. ഫോട്ടോയിൽ നമ്മൾ മഞ്ഞളും കുങ്കുമവും തൊടുന്ന സമയത്ത് ദൈവങ്ങളുടെ മുഖം മറയാത്ത രീതിയിൽ, കണ്ണിലൊന്നും പറ്റാതെ മുഖമൊന്നും മറയാത്ത രീതിയിലാണ് നമ്മൾ പൊട്ട് തൊട്ട് വയ്ക്കേണ്ടത്. നിങ്ങൾ നോക്കിയേ, ഇപ്പം തന്നെ എന്തൊരു ഐശ്വര്യമാണല്ലേ. അപ്പം മഞ്ഞളും കുങ്കുമവും വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പിന്നെ നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ ആയിരുന്നല്ലോ നമുക്ക് കർക്കിടകം 1. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കോലം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ ഇന്ന് മുഹറം കൂടെ ആയിരുന്നല്ലോ, മുഹറം ആയിരുന്നു. നാട്ടിൽ ലീവായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ഇവിടെ ചെന്നൈയിൽ ബുധനാഴ്ച ആയിരുന്നു ലീവ്. കാരണം ബുധനാഴ്ച ആയിരുന്നു ഇവിടെ മുഹറം വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ചൊവ്വാഴ്ച കർക്കിടകത്തിൻ്റെ അന്ന് രാവിലെ ആമി സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു 6 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഇതുപോലെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ വിളക്കൊക്കെ തേച്ച് കഴുകിയല്ലോ. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും ഞാൻ വീണ്ടും ഒന്നും കൂടിയൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം പൊട്ടൊക്കെ മായ്ച്ചിട്ട് പുതിയ പൊട്ടൊക്കെ തൊട്ടിട്ടാണ് വിളക്ക് വയ്ക്കാനായിട്ട് എല്ലാം തിരിയും എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചേക്കുന്നത്.
അതിനുശേഷം വന്നിട്ടാണ് ഞാൻ കോലമൊക്കെ വരയ്ക്കുന്നത്. കോലം ഞാൻ ഇതുപോലെ എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളിലാണെങ്കിൽ കളർ പൊടി ഇട്ടിട്ടുള്ള കോലമാണ് വരയ്ക്കുന്നത്. എനിക്ക് ഒട്ടും തന്നെ വരയ്ക്കാനായിട്ട് അറിയത്തില്ല. എൻ്റെ കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കോലത്തിലാണ് കിടക്കുന്നത്. എന്നാലും നമുക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഒന്ന് വരച്ചതാണ് കേട്ടോ. അത് പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഒരിക്കലും മറ്റൊരാൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ ഇതുപോലെ ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ ഒരു പക്ക മലയാളിയാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ആളാണ്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ ഇല്ല. പെണ്ണുങ്ങളായിട്ട് ആരും തന്നെ ഇല്ലാത്തൊരു വീട്ടിലാണ് ഞാൻ വന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നാട്ടിൽ ഞങ്ങൾ വൈകുന്നേരമാണ് വിളക്ക് വയ്ക്കുന്നത്. വേറുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഞങ്ങൾ ചെയ്യാറില്ല. വിളക്ക് വയ്ക്കും. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഭക്തിയോ കാര്യങ്ങളോ ഒന്നും എൻ്റെ വീട്ടിലില്ല കേട്ടോ. ഭക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിക്കൊന്നും അല്ല എൻ്റെ വീട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ രീതിക്ക് ഞാനിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൻറ്റി വന്നിട്ട് ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നു. കാരണം നമുക്ക് വീട്ടിൽ സ്ത്രീകളില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു തന്നു ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാനത് കേട്ടോണ്ടിരുന്നിട്ട് അപ്പോൾ നമുക്ക് ഒരാളൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ നമുക്ക് നമ്മളവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ. എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ വിളക്ക് വയ്ക്കാനായിട്ട് തുടങ്ങിയത്. മുന്നേക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് നിങ്ങളോട്, വൈകുന്നേരങ്ങളിൽ മാത്രം വിളക്ക് വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും വിളക്ക് വയ്ക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഈ അടുത്തിടെയായിട്ടാണ്, ഒരു 2 വർഷം ആയിട്ടേ ഉള്ളൂ, ഞങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചി കമൻറ്റ് ഇട്ടതാണ്, ഇതുപോലെ കൃഷ്ണന് നെയ്വിളക്ക് വയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ആ ചേച്ചിയുടെ വീട്ടിൽ അമ്മ സമ്മതിക്കുന്നില്ല. അതായത് പുതിയ ശീലങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് പിന്നീട് അത് തുടരാൻ പറ്റിയില്ലെങ്കിലോ എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് പറയാം, എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മളോട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ പൂക്കൾ വെക്കണം നിവേദ്യം ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ എന്ത് സൗകര്യമാണോ ഉള്ളത്, എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ മനസ്സ് തന്നെയാണ് എല്ലാത്തിനും കാരണം. നമുക്കിപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് മാത്രമാണ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ താഴെ താമസിച്ചിരുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ അച്ഛനും അനിയനും എല്ലാവരും കൂടി ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇത്രയും ഗ്രാൻഡായിട്ടൊന്നും എല്ലാ ദിവസമൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം 3 പേർക്കും രാവിലെ ഓഫീസിൽ പോകണം. ഹസ്ബൻഡാണെങ്കിൽ 5 മണിക്ക് ഓഫീസിൽ പോകുന്ന ആളാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ആമി കുഞ്ഞുവാവയായിരുന്നപ്പോൾ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ സാഹചര്യം എനിക്ക് അനുവദിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. ആദ്യത്തെക്കാൾ നല്ല രീതിയിൽ എനിക്ക് പറ്റുന്നുണ്ടല്ലോ എന്ന്. അതുകൊണ്ട് അങ്ങനെയൊന്നും വിഷമിക്കേണ്ട. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിനൊക്കെ സാധിക്കുന്നു, എനിക്ക് പറ്റുന്നില്ല, അങ്ങനെ ഒരിക്കലും വിഷമം വേണ്ട കേട്ടോ. നമുക്ക് എന്താണോ പറ്റുന്നത് അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. നിങ്ങളൊരു പുഷ്പം സമർപ്പിച്ചാലും നിങ്ങൾ മനസ്സറിഞ്ഞ് അത് ദൈവത്തിനെ പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് മനസ്സിൽ ദുഷിച്ച ചിന്തയും അല്ലെങ്കിൽ അസൂയയും കുശുമ്പും അതൊക്കെ വെച്ചിട്ട് നമ്മൾ ദൈവത്തിനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ചേച്ചിയോടാണ് പറയുന്നത്, അങ്ങനെ വിഷമിക്കേണ്ട. ഞാൻ കമൻറ്റിൽ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്, എന്നാലും ജസ്റ്റ് ഇത് കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പൂക്കൾ ഞാൻ പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ പൂക്കൾ പൈസ കൊടുക്കാതെ തന്നെ മേടിക്കാനായിട്ട് പറ്റുമല്ലോ, പറമ്പിലൊക്കെ ഉള്ള പൂക്കൾ. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ ഗൾഫിലുള്ളവരാണ്, ഇപ്പോൾ നിങ്ങൾക്ക് പോയി പൂക്കളൊന്നും മേടിക്കാൻ പറ്റുന്നില്ല എന്നിരിക്കട്ടെ, അതിൻ്റെ ആവശ്യമില്ലാന്നേ. പൂക്കൾ ഇല്ലാതെ തന്നെ നമുക്ക് ഭഗവാനെ തൊഴാം. പിന്നെ നമുക്ക് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് പൂക്കളൊക്കെ ഫോട്ടോയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം.
എങ്ങനെ പ്രാർത്ഥിച്ചാലും നമ്മുടെ വിളി ദൈവം കേൾക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതെ, അതായത് നമ്മളൊരു ദൃഢനിശ്ചയം എടുക്കണം. ഞാൻ ഇങ്ങനെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നൊന്നും നമ്മുടെ കയ്യിലല്ലല്ലേ. നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതോ അല്ലെങ്കിൽ തൊട്ടടുത്ത മിനിറ്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈ പ്രസൻറ്റിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് മാത്രമല്ല എനിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം നല്ല രീതിയിൽ നമുക്ക് പ്രാർത്ഥനയുടെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് ജീവിച്ചങ്ങ് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു, രാമായണ മാസം ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കർക്കിടകം ഒന്നല്ലേ, അപ്പോൾ രാവിലെ സാധാരണ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ഒക്കെയാണ് വെക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കർക്കിടക മാസം തൊട്ട് എനിക്ക് രാമായണം വായിക്കാനായിട്ട് പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ബുക്കില്ല കേട്ടോ. വീട്ടിൽ അമ്മയും ഞാനും കൂടിയാണ് മുന്നേ വായിച്ചുകൊണ്ടിരുന്നത്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ എൻ്റെ അടുത്ത് രാമായണം ബുക്കില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ യൂട്യൂബിനകത്ത് പാരായണം വെച്ച് കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഫോണില്ലാത്ത ആരും ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലിത് ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ വീട്ടിനുള്ളിലൊരു പോസിറ്റീവ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, നമ്മളാൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെ ഞാൻ രാമായണമൊക്കെ രാവിലെ ടി വിയിൽ യൂട്യൂബിലൊക്കെ വെച്ചിട്ടാണ് വിളക്കൊക്കെ കൊളുത്തിയത്. പിന്നെ അതിനുശേഷം വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ, രാവിലെ തന്നെ വിളക്ക് കൊളുത്തി കുളിച്ച് കോലമൊക്കെ വരച്ച് ഇതിനിടയിൽ ആമി ഞാൻ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ചൊവ്വ വെള്ളി വ്യാഴം ദിവസങ്ങളിൽ മാക്സിമം നോൺ വെജ് വീട്ടിൽ കുക്ക് ചെയ്യില്ല എന്ന്. ശരിക്കും എൻ്റെ ഹസ്ബൻഡിനും മോക്കും ഞാനത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കുക്ക് ചെയ്യില്ല മീൻസ് അവർക്കിപ്പോൾ അങ്ങനെ വേണമെന്ന് നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്നതും കഴിക്കാത്ത എൻ്റെ ഇഷ്ടമല്ല. ഒരിക്കലും ഞാൻ അവരെ അങ്ങനെ വിഷമിപ്പിക്കാറില്ല. അവർക്ക് കഴിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അവർ കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയാറില്ല. എനിക്ക് വേണ്ട കഴിക്കണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കഴിക്കാതിരിക്കും. അപ്പോൾ ഇന്ന് 1-ാം തീയതിയാണ്. അപ്പോൾ രാവിലെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഓട്സ് ഉണ്ടാക്കി, ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഇതുപോലെ ബ്രെഡ് ഓംലെറ്റാണ് കൊടുത്തത്, ആമിക്കും ബ്രെഡ് ഓംലെറ്റാണ് കൊടുത്തത്. അപ്പോൾ മുട്ട നോൺ വെജ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ രീതികളൊക്കെ മറ്റുള്ളവരെ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലേ. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ഇതെല്ലാം നമുക്ക് മാത്രം പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അത് ഒരിക്കലും നമ്മൾ ബാക്കിയുള്ളവരെ കൂടി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മളൊരിക്കലും ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറേ ദിവസമായിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിങ്ങനെ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് നമ്മളൊരു പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പല സാഹചര്യങ്ങളായിരിക്കും. ചിലപ്പോൾ എല്ലാവരും എല്ലാത്തിനോട് സഹകരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ളവരായിരിക്കും. ചിലർക്ക് ഇത്തരം വിശ്വാസങ്ങളിലോടൊന്നും താല്പര്യം കാണില്ല, ചിലർക്ക് താല്പര്യം കാണും, ചിലപ്പോൾ നമുക്ക് താല്പര്യം കാണില്ല, അവർക്കായിരിക്കും താല്പര്യം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അങ്ങനെയൊക്കെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലായിട്ട് നമ്മൾ പോകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തായാലും വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊന്നും ഒരിക്കലും ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് നിൽക്കരുത്. നമുക്ക് പ്രത്യേകിച്ച് ഈശ്വര കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സാഹചര്യം നമ്മളെ അനുവദിക്കുന്നില്ലെങ്കിൽ മനസ്സൊരുക്കി ദൈവത്തിനെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമുക്കിപ്പോൾ ഡെയിലി വിളക്ക് കൊളുത്താൻ പറ്റുന്ന ആൾക്കാരല്ല നമ്മൾ സ്ത്രീകൾ. അപ്പോൾ നമുക്ക് വിളക്ക് കൊളുത്താൻ പറ്റാത്ത സമയത്ത് പോലും പീരീഡ്സ് ടൈമിലും ഒക്കെ നമ്മൾ ഭഗവാനെ നമ്മൾ വിളിക്കാറുണ്ട്. നമുക്കൊരു വിഷമം വരുമ്പോൾ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതിന് നമുക്ക് ആരുടെ അനുവാദം വേണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. കാരണം എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും മോളും ഞാനുമാണ് ഉള്ളത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു കേട്ടോ. താഴെ ആയിരുന്നപ്പോഴും ഞാനിതൊക്കെ ചെയ്യുന്നത് കാണാനുമൊക്കെ ഹസ്ബൻഡിൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പക്ഷേ അന്നത്തെ എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ആമിയുണ്ട്, പിന്നെ ഇതുപോലെ എല്ലാവർക്കും രാവിലെ ഓഫീസിലൊക്കെ പോകണം. അപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെയല്ല. ചിലപ്പോൾ അന്ന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സങ്കടം കിടന്നതുകൊണ്ടായിരിക്കണം ഇന്നിപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അങ്ങനെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ഈശ്വരനെ വിളിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളും തികഞ്ഞിട്ട് മാത്രം നമുക്ക് ചെയ്യണമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, നമുക്കൊക്കെ കുറവുകളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ഈശ്വരനെ മറന്നു പോവാതെ നമ്മൾ വിളിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതിനോട് എത്ര പേര് യോജിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ ഇട്ടേക്കണം. പിന്നെ ആ ചേച്ചി പറഞ്ഞിട്ടുള്ള കമൻറ്റിന് മറുപടിയായിട്ടാണ് വീഡിയോയിൽ പറയണമെന്ന് തോന്നി. കാരണം ഇതൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാർ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ടെറസിൻ്റെ മേലേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ ചെടികളെയും പൂക്കളെയൊക്കെ നോക്കി അന്തം വിട്ട് നിന്നതാണ് കേട്ടോ. കാരണം പുതിയ കുറച്ച് ചെടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് അവിടെ ഇരുന്നിട്ട് പറയുമായിരുന്നു, എൻ്റെ എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ ആക്ട്രസ് ജ്യോതികയെക്കാളും ഭയങ്കരമായിട്ടുള്ള എക്സ്പ്രഷനാണ് ഞാൻ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ. കാരണം ചെറിയ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് സന്തോഷമൊക്കെ വരുന്നത്. നിങ്ങളാരും ചിന്തിക്കാത്ത കാര്യമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പുതിയ 2-3 ചീരയും പുതിയ വിത്തുകളൊക്കെ പൊടിച്ച് വളർന്ന് കയറി വന്നപ്പോഴത്തേനും ഞാൻ കാണിച്ച എക്സ്പ്രഷൻ കണ്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞതാണ്. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ രാവിലത്തെ റുട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാമായിരിക്കും. ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ കർക്കിടകവും ഒന്നുമായിരുന്നു. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് വിളക്കൊക്കെ കൊളുത്തുമ്പോഴത്തേനും കിട്ടുന്നൊരു സന്തോഷം, ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന്. ഒരിക്കലും അല്ല കേട്ടോ, ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തിയത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, താഴെ കല്യാണം കഴിഞ്ഞ് വന്ന് താഴെ ആയിരുന്ന സമയത്ത് അടുത്ത വീട്ടിലെ ആൻറ്റി എനിക്കിതൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം ഞാനൊന്ന് ആലോചിച്ചു, ഇതൊക്കെ മാറ്റണോ വേണ്ടേ, നമ്മുടെ കൾച്ചർ തന്നെ ഫോളോ ചെയ്താൽ പോരെ. പക്ഷേ എന്തായാലും നമ്മൾ ഒരു പുതിയ മാറ്റം നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അതിനുശേഷം അത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിനി അത് ചെയ്യാതിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നൊരു മാറ്റമാണ്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിലും അതൊരു വലിയ മാറ്റം ഉണ്ടാക്കട്ടെ. പിന്നെ ഒരിക്കലും നമ്മുടെ മക്കൾ നമ്മളെപ്പോലെ ആവണമെന്നോ അല്ലെങ്കിൽ ഇതേ കൾച്ചർ ഫോളോ ചെയ്യണോ എന്നൊന്നും നമുക്ക് വാശി പിടിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാനില്ലാതായി കഴിഞ്ഞാലും എൻ്റെ മകൾ അവൾ വലുതായി കഴിയുമ്പോൾ അവൾ ഒരാളോടെങ്കിലും പറയും, അമ്മ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുമല്ലോ. അത് ഞാൻ ചിലപ്പോൾ കേൾക്കാൻ ഞാൻ ചിലപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ്, നമ്മളൊരു കൾച്ചർ നമ്മൾ ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ ഫോളോ ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത് നമ്മൾ മരണപ്പെട്ടതിന് ശേഷമായിരിക്കാം നമ്മളെക്കുറിച്ച് അവരത് പറയുന്നത്. അപ്പോൾ അത് പറയാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡ് പോലും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിൻ്റെ അമ്മ ചെയ്യുന്ന പോലെ തോന്നാറുണ്ടെന്ന്. കാരണം ഹസ്ബൻഡിൻ്റെ അമ്മ എന്നെപ്പോലെയാണെന്ന് പറയാറുണ്ട്. അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ, എന്നിട്ടും എൻ്റെ ഹസ്ബൻഡ് അത് ഓർത്ത് പറയുന്നുണ്ടെങ്കിൽ അമ്മയെ അവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ആൺമക്കളായിരുന്നിട്ട് കൂടി അവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പെൺമക്കളും നമ്മുടെ വരുന്ന തലമുറയും നമ്മളെ കണ്ട് പഠിക്കട്ടെ. നമ്മളെ കണ്ട് ഇതുപോലെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ ആ ഒരു സോപ്പൊക്കെ വയ്ക്കുന്ന ഓർഗനൈസറല്ലേ, അതിൻ്റെ തൊട്ടടുത്തൊരു ഭരണി ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഇതിന് മുന്നേ അതിനകത്ത് കറിവേപ്പില ഉണ്ടല്ലോ, അതിൻ്റെ തണ്ട് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വെച്ചൊരു ദിവസം നോക്കിയപ്പോഴത്തേനുണ്ട് അതിനകത്ത് പല്ല് കയറി പോകുന്നുണ്ട്. അങ്ങനെ എന്നെ ഹസ്ബൻഡ് വഴക്ക് പറയുകയുണ്ടായി. അപ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇങ്ങനെ കയറി വരുവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതെല്ലാം കൂടി എടുത്ത് കളഞ്ഞിട്ട് ഭരണി ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറേ നാളായിട്ട് ഞാനിതിൽ മണി പ്ലാന്റ് ഇട്ട് വെക്കണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും മണി പ്ലാന്റ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല, ഒരെണ്ണം അല്ലേ ഉള്ളൂ. അത് ഷോക്കേസിൽ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാനോർത്തു ഇതിൽ ഒരു പനിക്കൂർക്ക ഇട്ട് വയ്ക്കാമെന്ന്.
അങ്ങനെ ഞാൻ മേലെ പോയിട്ട് മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിലൊരു ചെറിയൊരു പനിക്കൂർക്ക ഇലയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഷെയ്ഡ് വരുന്ന കളറാണ്. ഇപ്പം നന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ട് മേലെ ഒരുപാട് പനിക്കൂർക്ക നിൽപ്പുണ്ട്. നമ്മുടെ സാധാരണ പച്ച ഇലയല്ല, വൈറ്റും കൂടെ ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഒടിച്ച് കുത്തി വെച്ചിട്ടുണ്ട്. വളരുമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ കിച്ചണിലും ഒരു പുതിയൊരു മാറ്റം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. നമ്മുടെ കിച്ചണിൽ വന്നിട്ട് ജോലി ചെയ്യാനും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഉത്സാഹം തോന്നും, ചെറിയൊരു പ്ലാന്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേനും. പിന്നെ ഞാൻ എപ്പോഴും നമ്മുടെ കിച്ചണിൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും എപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയാലും കുക്കിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഗ്യാസിൻ്റെ സിലിണ്ടർ ഓഫ് ചെയ്തിട്ടേക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടാണ്. ഞാൻ ശരിക്കും ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ സിലിണ്ടർ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടേക്കണമെന്ന്. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് വന്ന് ഗ്യാസൊക്കെ സ്റ്റൗവൊക്കെ ഓൺ ചെയ്താലോ. അത് മാത്രമല്ല നമ്മൾ തന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഒരു പക്ഷേ ഗ്യാസിൻ്റെ സ്വിച്ചൊക്കെ ഓൺ ചെയ്ത് ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ താഴെ സിലിണ്ടർ ഓഫാക്കി ഇരുന്നാൽ അപകടം ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അതൊന്ന് ശ്രദ്ധിക്കണം. ഞാനത് എപ്പോഴും വീഡിയോയിൽ പറയണമെന്ന് വിചാരിക്കുന്നതാണ്, വിട്ടുപോകുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.